പ്രശസ്ത സംവിധായകൻ ശ്രീ വി കെ പ്രകാശ് മമ്മൂട്ടിയെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന സൈലൻസ് എന്ന ചിത്രം ഡിസംബർ 7-ാം തീയതി തിയേറ്ററിലെത്തുകയാണ്. ചിത്രത്തെക്കുറിച്ച് ഫോറം കേരളത്തോട് സംവിധായകൻ സംസാരിക്കുന്നു. നമസ്കാരം സർ. നമസ്കാരം. സൈലൻസിന്റെ ടീസർ, ട്രെയിലർ ഒക്കെ സൂചിപ്പിക്കുന്നത് ത്രില്ലർ സ്വഭാവത്തിലുള്ള ഒരു ചിത്രമാണ് ഇതെന്നാണ്. ഈ ചിത്രത്തെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്? അല്ല, ഇത് ആക്ച്വലി വെറും ഒരു ത്രില്ലർ ജോണിലുള്ള ഒരു പടമല്ല. ആക്ച്വലി ഇറ്റ്സ് എ ഫാമിലി ത്രില്ലറാണ്. അതായത് ഫാമിലിയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരാളുടെ കഥയാണ്. അപ്പൊ അത് ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭയങ്കര ഫാമിലി അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു ത്രില്ലറാണ്. ഫാമിലി ത്രില്ലർ എന്നുള്ള ജോണറിലാണ് ഇതിനെ പറയാൻ ഉദ്ദേശിക്കുന്നത്. താങ്കളുടെ ഓരോ ചിത്രവും വ്യത്യസ്തമായ ഒരു ട്രീറ്റ്മെന്റ് അവകാശപ്പെടാൻ കഴിയുന്നവയാണ്. ഈ സൈലൻസ് എന്ന ചിത്രത്തെ താങ്കൾ എങ്ങനെയാണ് സമീപിച്ചത് എന്നൊന്ന് പറയാമോ? അല്ല, ഇത് എന്റെ ഒരു ഉദ്ദേശം ഞാൻ ചെയ്യുമ്പോൾ തന്നെ, കാരണം ഇതിന്റെ ഒരു ത്രില്ലിംഗ് സ്ക്രിപ്റ്റ് ഉണ്ട്, ഇതിന്റെ വളരെ ഇൻട്രീഗ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. പിന്നെ മമ്മൂക്കയെ പോലുള്ള ഒരു വളരെ നല്ലൊരു നടനുണ്ട്, അനൂപിനെ പോലുള്ള ഒരു നല്ലൊരു സുഹൃത്തുണ്ട്, അതുപോലെ പല്ലവി, അങ്ങനെ ഒരുപാട് നല്ല പി ബാലചന്ദ്രൻ, ജോയ് മാത്യു, ഇവരെല്ലാവരും അഭിനയിക്കുന്ന ഒരു സിനിമയാണ് സൈലൻസ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ നല്ലൊരു ഓഡിയോ വിഷ്വൽ എക്സ്പീരിയൻസ് ആക്കി മാറ്റുക എന്നുള്ളതായിരുന്നു എന്റെ ഒരു ഉദ്യമം. അപ്പൊ അതിനുവേണ്ടി തന്നെ ഞാൻ ക്യാമറാമാൻ കെ യു മോഹന്റെ അസോസിയേറ്റ് ആയിട്ടുള്ള കലാശും മറ്റേ ഡോണൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള കെ യു മോഹന്റെ അസോസിയേറ്റ് ആയിട്ടുള്ള മനോജ് കട്ടായി എന്ന് പറയുന്ന ക്യാമറാമാനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സൗണ്ട് മ്യൂസിക് ചെയ്തിട്ടുള്ളത് രജേഷ് വേഗയാണ്. എഫക്ട്സ് അരുൺ ഷീനുവാണ്. എഡിറ്റിംഗ് അഗൈൻ ഇറ്റ്സ് മഹേഷ് നാരായണൻ. സോ അപ്പൊ ഓവറോൾ പുട്ട് ടുഗദർ I wanted to create an audio visual experience which is good for viewing. അതാണ് എന്റെ ഒരു ഐഡിയ. ഇത് ചെയ്യുമ്പോൾ ഞാൻ അപ്രോച്ച് ചെയ്തത് അത് ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ കുറച്ചുകൂടെ നമ്മളൊരു കൺവെൻഷണൽ സ്റ്റൈൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ മലയാളം കണ്ട എക്കാലത്തെയും പ്രതിഭാധനായ നടൻ ശ്രീ മമ്മൂട്ടി താങ്കളുടെ സിനിമയിൽ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. 3 പതിറ്റാണ്ടുകൾ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയും നിരവധി വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്ത നടനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഈ ചിത്രത്തിലെ കഥാപാത്രം എത്രത്തോളം സവിശേഷത നിറഞ്ഞതാണ്? അദ്ദേഹം എങ്ങനെയാണ് ഈ ചിത്രത്തിലേക്ക് എത്തിയത്? അല്ല, ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ആക്ച്വലി വേറെ സബ്ജക്റ്റ് ആയിരുന്നു ചെയ്യാൻ പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോ നമുക്ക് ആ നത്തോലി കണ്ടതിന് ശേഷം പറഞ്ഞു വികെപി നമുക്ക് സംതിങ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള നിങ്ങളുടെ കൂടെ പറഞ്ഞും അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വല്ലതും ചെയ്യാന്ന് പറയുകയും പിന്നെ ഞാൻ രാജേഷും കൂടെ പുതുതായിട്ടൊരു ഐഡിയ വർക്ക്ഔട്ട് ചെയ്ത് അത് ഹി ലവ്ഡ് ഇറ്റ് ആക്ച്വലി. വെൻ ഹി ഹേർഡ് ഇറ്റ് ഇറ്റ്സെൽഫ് ഹി ലൈക്ക് ദ സ്റ്റഫ് ആൻഡ് പുള്ളി പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് മുന്നോട്ട് പോവാന്ന് പറഞ്ഞു. അങ്ങനെ സംഭവിച്ച ഒരു സിനിമയാണ് അത്. നമുക്കിടെ അഭിനയത്തിലായാലും ശരി ഓരോ കാര്യങ്ങളിലും പുള്ളി അത് വളരെ ശ്രദ്ധാപൂർവം തന്നെയാണ് പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഹി വാസ് വെരി ക്ലിയർ ദാറ്റ് ഹി വാസ് നമ്മൾ എല്ലാവരും കൂടെ ഉള്ളൊരു പുതു സിനിമയാണ് എന്നുള്ള ഒരു ധാരണയോട് കൂടി തന്നെയാണ് പുള്ളിയുടെ ഗ്രാഫിക് എന്താ പറയാ പിച്ചിങ് ഓഫ് ദ ഗ്രാഫും അഭിനയത്തിന്റെ ഗ്രാഫും ലുക്കും ക്ലാസും എല്ലാം പുള്ളി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അത് വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് വരുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇത് ഒരു മാസ് എന്റർടൈനർ ആണ്. ഇറ്റ്സ് ലൈക്ക് നോട്ട് എന്താ പറയാ നമ്മളൊരു കൺവെൻഷണൽ മാസ് എന്റർടൈനർ ആണെങ്കിലും ഇറ്റ്സ് എ മാസ് എന്റർടൈനർ. ആൾക്കാരെ എൻഗേജ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയായിരിക്കും ഇത്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലുള്ള അതേസമയം സസ്പെൻസ് സ്വഭാവം നിലനിർത്തുന്ന ഒരു സിനിമയാണ്. അപ്പൊ എല്ലാതരം പ്രേക്ഷകരെയും ഒരുപോലെ ആകർഷിക്കുന്ന തരത്തിലാണോ ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്? തീർച്ചയായിട്ടും എല്ലാവരെയും ആകർഷിക്കുന്ന തരത്തിലാണ്. കാരണം ഞാൻ എല്ലാ സിനിമകളും നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെ വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. കാരണം ഞാൻ ഒരു ജോണർ സിനിമ ചെയ്താൽ ആ സിനിമ അതേ ജോണറിൽ തന്നെ വേറെ സിനിമകൾ ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് യാതൊരു എന്താ പറയാ ഇതല്ലാതെ വളരെ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ തന്നെ ഇരുന്ന് ആസ്വദിക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് ഈ സിനിമ ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. സൈലൻസ് കാണാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകരോട് സംവിധായകൻ എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുക. ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓഡിയോ വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരിക്കും. അത് തികച്ച ദൃശ്യ ശബ്ദ സൗകുമാര്യം നിറഞ്ഞ ഒരു സിനിമയായിരിക്കും. അത് തീർച്ചയായിട്ടും നിങ്ങളത് പിന്നെ മമ്മൂക്കയെ പോലുള്ളൊരു നല്ല വലിയ നടൻ, പ്രതിഭാധനനായിട്ടുള്ള ഒരു നടനും കൂടെ ഇതിൽ ഇൻവോൾവ് ആണ്. സോ നാച്ചുറലി ആ സിനിമ നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരും ഒന്നടങ്കം തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്നാണ് അഭിപ്രായമുള്ളത്. മറ്റൊന്ന്, ഈ സിനിമയുടെ പ്രൊമോഷനെ സംബന്ധിച്ച് പലയിടത്തു നിന്നും കേട്ടത് വളരെ കാര്യമായ പ്രൊമോഷൻ ഒന്നും ഈ സിനിമയ്ക്ക് ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങൾ വരെ ഉണ്ടായിരുന്നില്ല. ഇത് മനഃപൂർവ്വം ഒരു ഹൈപ്പ് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ചെയ്തതാണോ? അല്ലെങ്കിൽ അല്ല, അതുകൊണ്ടല്ല. അത് എന്താ വെച്ചാൽ അല്ലല്ല ദാറ്റ് ഇസ് ഇൻ ദ ബിഗിനിങ് ഇറ്റ്സെൽഫ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ലുക്കൊക്കെ വിടാം, കുറച്ച് കഴിഞ്ഞിട്ട് വിടാം എന്നുള്ളൊരു തീരുമാനം ആദ്യമേ നമ്മൾ എടുത്തിരുന്നു.
നമ്മൾ പെട്ടെന്നായിട്ട് ചെയ്യുന്നതിന് പകരം ഒരു കുറച്ച് നമ്മളത് സമയമെടുത്ത് ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് അത് നമ്മൾ ഹോൾഡ് ബാക്ക് ചെയ്തത്. ഇപ്പൊ ഞങ്ങൾ സ്ലോലി റിവീൽ ചെയ്ത് തുടങ്ങുന്നു പടം. സമകാലിക മലയാള സിനിമയെ സംബന്ധിച്ച 1-2 ചോദ്യങ്ങൾ കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. സിനിമയിൽ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഒരു മാറ്റത്തിന്റെ ഭാഗമായിട്ട് നിരവധി പുതിയ പ്രതിഭകൾ സിനിമയിലെത്തുന്നു. ഓരോ വർഷവും പുറത്തിറങ്ങുന്ന സിനിമകളുടെ എണ്ണം തന്നെ ഇപ്പോൾ വളരെ അധികമാണ്. പക്ഷേ നമ്മൾ ഓരോ വർഷത്തെ കണക്ക് എടുത്ത് പരിശോധിച്ചാൽ ഈ പുറത്തിറങ്ങുന്ന ഇത്തരം ഒരുപാട് സിനിമകളിൽ ശ്രദ്ധേയമാകുന്ന സിനിമകളുടെ എണ്ണം അല്ലെങ്കിൽ നമ്മൾ ഓർത്തിരിക്കുന്ന സിനിമകളുടെ എണ്ണം കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കുന്ന സംവിധായകരോ എഴുത്തുകാരോ ഒക്കെ എണ്ണത്തിൽ കുറവാണ്. അപ്പോൾ സിനിമയിൽ മൊത്തത്തിൽ ഉണ്ടായിട്ടുള്ള ഈ മാറ്റത്തെ ഗുണപരമായ ഒരു മാറ്റമായിട്ട് താങ്കൾ കാണുന്നുണ്ടോ? അല്ല, സിനിമ എന്നല്ല, ഏതൊരു കലാസൃഷ്ടിക്കും അതാത് കാലഘട്ടത്തിന്റേതായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ആ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ ആൾക്കാർ വരും, പ്രതിഭകൾ വരും, പ്രേമകൾ വരും. അതിൽ നല്ലവരായിട്ടുള്ള പ്രതിഭാധനന്മാരായിട്ടുള്ള ആൾക്കാരാണ് അത് ഷൈൻ ചെയ്യുന്നത്. അത് മാത്രമല്ല, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ സിനിമ എന്നുള്ളത് പണ്ട് വളരെ ദൂരെയുള്ള ഒരു സ്വപ്നമായിരുന്നു. പക്ഷെ ഇന്ന് ഡിജിറ്റൽ സിനിമ വന്നതോടുകൂടി അത് വളരെ അടുത്താണ്. അതായത് ഏതൊരു സംവിധായകനോ അല്ലെങ്കിൽ ഏതൊരു കലാകാരനോ എന്തെങ്കിലും ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരു അവസരം ഇന്ന് സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ സിനിമ കുറച്ചുകൂടെ അടുത്തു, അതായത് കലാകാരന്മാരായിട്ട് കുറച്ചുകൂടെ അടുത്തു. അപ്പൊ ഈ ഡ്രീം കം ട്രൂ എന്നുള്ള ഒരു സംഭവം ഓരോരുത്തരിലും വന്നു തുടങ്ങി. അത് പ്രാക്ടിക്കലായിട്ട് പോസിബിൾ ആവുന്നു. അപ്പൊ അതിന്റെ ഒരു എക്സ്പെരിമെന്റേഷൻ കാലഘട്ടമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു പരീക്ഷണ കാലഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നും ഫിൽട്ടർ ചെയ്തിട്ട് നല്ല കുറെ പ്രതിഭകൾ ഉയർന്നു വരും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. സെൻസറിംഗ് സംബന്ധമായിട്ട് അടുത്ത കാലത്ത് ചില വിവാദങ്ങൾ ഉണ്ടായി. വെടിവഴിപാട് എന്നൊരു സിനിമയായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ ഇപ്പോ സിനിമയിലെ താരങ്ങൾ ഹെൽമെറ്റ് ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നു, വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നു. ഇത്തരം സിനിമയിൽ ഉണ്ടാകുന്ന ഇത്തരം ഇടപെടലുകളെ കുറിച്ച് ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, ഈ പറഞ്ഞതുപോലെ ഈ എന്താ നമ്മൾ പറയാ, സദാചാര ബോധം എന്ന് പറയുന്നത് അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമല്ല. അത് സ്വയം മനുഷ്യനിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിപ്പോ ഒരു സിനിമ ഒരു കലാസൃഷ്ടി മാത്രമാണെന്നും അതൊരു ഫിക്ഷൻ ആണെന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിശക്തി നാട്ടുകാർക്കും ഈ കോമൺ ജനതയ്ക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ കോമൺ ജനതയുടെ മേലെ നമുക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തുന്നത് എനിക്ക് തോന്നുന്നു. കാരണം ഏതൊരു കലാസൃഷ്ടിക്കും ഇപ്പോൾ പെയിന്റിംഗ് ആയാലും ശരി, നോവൽ റൈറ്റിംഗ് ആയാലും ശരി, അങ്ങനെയൊന്നും അതിലൊന്നും ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ആ കലാകാരന് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ സിനിമയിലാവുമ്പോൾ അത് മേ ബി ബിക്കോസ് ഇറ്റ്സ് എ മാസ് മീഡിയം restrictions are coming in. പക്ഷെ the restriction should not be foolish എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു ചെറിയൊരു കാര്യം പറഞ്ഞത് അല്ലെങ്കിൽ ചെറിയൊരു കാര്യം ചെയ്തതുകൊണ്ട് നമ്മളെ കണ്ണിനെ അറപ്പുളവാക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓക്കെ. പക്ഷെ സത്യസന്ധമായിട്ട് സിനിമ പറയാൻ ആഗ്രഹിക്കുന്നവരെ സത്യസന്ധമായിട്ട് സിനിമ പറയാൻ വിടണം എന്ന് തന്നെയാണ് എന്റെ വാദം. വെടിവഴിപാട് പോലുള്ള ഒരു സിനിമയൊന്നും ബാൻ ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം ദാറ്റ് ഈസ് ഓൾ ലൈഫ്. ദേ ആർ ക്യാപ്ചറിംഗ് ദ ലൈഫ്. താങ്കളുടെ നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന സിനിമയിലെ ഒരു കഥാപാത്രം പറയുന്ന പോലെ ഓരോ മാസവും സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സംവിധായകനാണ് താങ്കൾ എന്ന് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ സൈലൻസ് റിലീസ് ആവുകയാണ്. പുതിയ പ്രൊജക്ടുകളെ കുറിച്ച് ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? അല്ല, പുതുത് ഇപ്പൊ ഞാനൊന്നും അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ എന്റെ 2-3 പ്രോജക്ട് ഐ എം ജസ്റ്റ് തിങ്കിങ് അബൌട്ട് ഇറ്റ്. ഒന്നൊരു ഡ്യൂഡൻ ചാങ്കോ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റും ഒരു അക്കുംപൂ കോംപ്ലക്സ് എന്നുള്ള 2 പ്രോജക്റ്റാണ് ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെപ്പോ നടപ്പിലാവും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിലും ദിസ് ഇസ് വാട്ട് ഇൻ മൈ മൈൻഡ്. വളരെയധികം നന്ദി ഫോറം കേരളത്തോട് ഇത്രയും നേരം സംസാരിച്ചതിന്. സൈലൻസ് എന്ന ചിത്രത്തിന് എല്ലാവിധമായ ആശംസകളും നേരുന്നു. ചിത്രം ഒരു വലിയ വിജയമാകട്ടെ. താങ്കൾക്കും സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മറ്റുള്ളവർക്കും സിനിമ തീർച്ചയായിട്ടും അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്നായി മാറട്ടെ. അതുപോലെ പുതിയ പ്രൊജക്ടുകൾക്കും എല്ലാവിധമായ ഭാവങ്ങളും. താങ്ക് യു.